അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഈ ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ വീട്ടിൽ വരും. അവർ വോട്ട് അഭ്യർത്ഥിക്കും. നമുക്കിഷ്ടമുള്ള ഒരാൾക്ക് നമ്മൾ വോട്ട് ചെയ്യും. അതിൽ ഒരാൾ ജയിക്കും. ജയിച്ചതിന് ശേഷം നമ്മൾ സാധാരണ കാണുന്നുണ്ട് അവർ ജനങ്ങളുടെ അടുത്ത് നന്ദി പറയും. സത്യത്തിൽ അവരാണോ നമ്മളുടെ അടുത്ത് നന്ദി പറയേണ്ടത്? സത്യത്തിൽ നമ്മളുടെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അവരെ ജയിപ്പിച്ചു വിടുന്നത്. ഓക്കെ, അപ്പോൾ അവരവരുടെ ഡെഡിക്കേഷൻ, അവരുടെ ഹാർഡ് വർക്കൊക്കെ എടുത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സർവീസൊക്കെ അവർ ചെയ്തതിന് ശേഷം നമ്മളല്ലേ അവരുടെ അടുത്ത് നന്ദി പറയേണ്ടത്? നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെ തന്നെയാണ് സർവീസ് ഇൻഡസ്ട്രിയിലും. സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വെഡ്ഡിംഗ് ഡെക്കർ സർവീസ് തന്നെ എടുക്കാം. നമ്മളുടെ അടുത്തൊരു ക്ലയൻറ്റ് നമ്മളുടെ വർക്കൊക്കെ കണ്ടിട്ട്, നമ്മളുടെ ആ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ നമ്മളെ സമീപിക്കും. അവർ നമ്മൾ സമീപിച്ചതിന് ശേഷം അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ ആഗ്രഹമുള്ള കാര്യങ്ങൾ അവരുടെ ബജറ്റിനുള്ളിൽ നിർത്തി നല്ല രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് റെഡിയാക്കി നമ്മൾ ആ വർക്ക് ഏറ്റെടുക്കും. സത്യത്തിൽ ആ വർക്ക് ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരോട് നന്ദിയുള്ളവരാണ്. കാരണം നമ്മൾ അവർ കൺസിഡർ ചെയ്തല്ലോ. ഓക്കെ, നമ്മൾ ആ വർക്ക്, നമ്മളുടെ ടൈം, നമ്മളുടെ എനർജി, നമ്മളുടെ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് ഇതെല്ലാം വെച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ആ വർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത് അവർ താങ്ക് യു പറയണമല്ലോ, അല്ലേ? കാരണം ഈ സർവീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ജോബ്. ഓക്കെ, അതൊരു ജോലി മാത്രമല്ല, അവിടെ ഒരു വാല്യൂ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 2-way റിലേഷൻഷിപ്പാണ്. അത് ബിൽഡ് ചെയ്യുന്നത് പരസ്പരമുള്ള വിശ്വാസത്തിലും അതുപോലെ തന്നെ അതിൽ നിന്നും വരുന്ന റിസൾട്ടും ഒക്കെയാണ് ഇത് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളുകൊണ്ട് ഉള്ള ഒരു നല്ല സർവീസാണ് നമ്മളവിടെ ഡെലിവറി ചെയ്യുന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കിട്ടിയിരിക്കും. അത് നമ്മൾ കൊടുക്കുന്ന സർവീസ് ഡിഫറൻ്റ് ആയിരിക്കണം. അവർ വളരെയധികം ഹാപ്പി ആയിരിക്കണം. തീർച്ചയായിട്ടും ആ ഗ്രാറ്റിറ്റ്യൂഡ് അവർ നമ്മളുടെ അടുത്ത് കാണിക്കും. ഓക്കെ.